ഇപ്പോൾ 2-2.5 മാസത്തോളമായി ഞങ്ങൾ കേസായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതെങ്ങനെ ഒരു മനസ്സ് മടുപ്പിച്ചോ? മനസ്സ് മടുത്തിട്ടില്ല, ഞങ്ങൾ പതറുമില്ല, മുന്നോട്ട് തന്നെ. ഇതിൻ്റെ ഏത് ഘട്ടമായാലും ഇനിയുള്ള ഘട്ടങ്ങളിലും ആരൊക്കെ ബുദ്ധിമുട്ടായിട്ട് വന്നാൽ പോലും ഞങ്ങൾ നേരിടാൻ തയ്യാറാണ്. അല്ല, അത് അറിയാൻ പറ്റിയിട്ടില്ല. കാരണം ഇതിൻ്റെ ഓർഡറിൻ്റെ ഒരു ഉള്ളടക്കം നമുക്ക് കൈ കിട്ടിയാലേ വേറെ എന്തൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്, വേറെ എന്തൊക്കെ വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടെന്ന് അറിയണമെങ്കിൽ ഈ ഓർഡർ കൈ കിട്ടണം. ഈ ഓർഡറിൻ്റെ ഹൈലൈറ്റ് ഭാഗം മാത്രമാണല്ലോ അവിടെ റീഡ് ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ ഓർഡർ ഫുള്ള് ഇപ്പോൾ ഒരു 1 ഹവറിനുള്ളിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിപ്പോൾ സ്ഥിരമായിരിക്കുകയാണോ? ഇപ്പോൾ JSK ആണെങ്കിലും കോടതി കണ്ട ശേഷമാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറയുന്നത്. അതെ, ഇപ്പോൾ ഹാല് വന്നപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു രീതി, ഇങ്ങനെ ഒരു ശൈലി ആ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുമോ ഇനി സിനിമയ്ക്ക് അങ്ങോട്ടെല്ലാം? അല്ല, ഈ ഓർഡറിൻ്റെ ഒരു ഉള്ളടക്കം കണ്ടിട്ട് സെൻസർ ബോർഡിൻ്റെ ഒരു തീരുമാനത്തിലൊക്കെ അവർ ഇനി ഒരു പക്വതപരമായൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ആവർത്തിക്കില്ല. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പല മത നേതാക്കന്മാർ, രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇനി സിനിമ കാണിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഈ ഓർഡറിൻ്റെ ഉള്ളടക്കം പറഞ്ഞിട്ട് ആ ഓർഡറിനെ എത്രത്തോളം അവർ ബഹുമാനിക്കുന്നു, എത്രത്തോളം അവർ കാര്യത്തിൽ കണക്കിലെടുക്കുന്നു അനുസരിച്ചായിരിക്കും അവരുടെ അടുത്ത തീരുമാനങ്ങളൊക്കെ. നമ്മളെ സിനിമ അല്ല, അടുത്ത സിനിമകൾക്കും ആ തീരുമാനങ്ങൾ ബാധകമായിരിക്കും. ഈ സിനിമയ്ക്ക് ഏത് സർട്ടിഫിക്കറ്റാണ് നൽകേണ്ടത് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ടോ കോടതി? അല്ല, അത് മെൻഷൻ ചെയ്യുമല്ലോ. ക്ലീൻ യു ആയിരിക്കും തരാൻ പോവുക. അല്ലാന്നുണ്ടെങ്കിൽ കോടതി തന്നെ മെൻഷൻ ചെയ്യും ഇന്ന സർട്ടിഫിക്കറ്റാണ് കൊടുക്കേണ്ടത്. അതല്ലാത്ത ഭാഗം ഇപ്പോൾ യു അല്ലാത്ത സർട്ടിഫിക്കറ്റിനാണ് മെൻഷനിങ് വരുള്ളൂ. അല്ലെങ്കിൽ ക്ലീൻ യു ആണല്ലോ നോർമൽ സർട്ടിഫിക്കറ്റ്, അതായിരിക്കും കിട്ടാൻ സാധ്യത. 1.5 മാസത്തോളം വൈകി സിനിമയുടെ റിലീസ്. അല്ല, ഇപ്പോൾ 2-2.5 മാസത്തോളമായി ഞങ്ങൾ കേസായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതെങ്ങനെ ഒരു മനസ്സ് മടുപ്പിച്ചോ? മനസ്സ് മടുത്തിട്ടില്ല, ഞങ്ങൾ പതറുമില്ല, മുന്നോട്ട് തന്നെ. ഇതിൻ്റെ ഏത് ഘട്ടമായാലും ഇനിയുള്ള ഘട്ടങ്ങളിലും ആരൊക്കെ ബുദ്ധിമുട്ടായിട്ട് വന്നാൽ പോലും ഞങ്ങൾ നേരിടാൻ തയ്യാറാണ്.